ആയുധം എടുത്ത് വെച്ചിട്ട് അദ്ദേഹം കിടന്നുറങ്ങി. എഴുന്നേറ്റ സമയത്ത് ആയുധം കാണുന്നില്ല, ആ വെപ്പൺ കാണുന്നില്ല. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ വെപ്രാളത്തോട് കൂടി ഇങ്ങനെ പരിധി നോക്കാം. സ്വാഭാവികമല്ലേ, നമ്മൾ വെച്ചൊരു വസ്തു കാണാതിരിക്കുമ്പോൾ പിന്നെ എന്ത് ചെയ്യും? അത് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കും. കാരണം എന്തെങ്കിലും പെട്ടെന്നൊരു ശത്രുക്കളെങ്ങാനും വന്നാൽ അതാണ് രക്ഷക്കുണ്ടാവുക. വെപ്രാളത്തോട് കൂടിയിട്ട് അദ്ദേഹം നോക്കാം. ഭയങ്കര ടെൻഷനായി. നമുക്ക് പ്രശ്നമല്ലല്ലോ, മറ്റുള്ളവർ എത്ര ടെൻഷൻ അടിച്ചാലും നമുക്ക് പ്രശ്നമല്ല. നമ്മൾ സന്തോഷം, നമ്മൾ ഹാപ്പി ആകണം. അതാണ് ഇത്തരത്തിൽ കളിയാക്കുന്നതിലൂടെയും പ്രാങ്കിലൂടെ ഒക്കെ ആളുകൾ ആഘോഷിപ്പിക്കുന്നത്. അതിനുടനെ തന്നെ നോക്കുന്ന സമയത്ത് ഇദ്ദേഹം വെപ്രാളത്തോട് കൂടി ചോദിക്കുന്നു, നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ആ സമയത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടേക്ക് വരുന്നത്. പ്രവാചകൻ ഇടപെട്ടു. ആ സമയത്ത് സ്വഹാബികളിൽ ഒരാൾ പറഞ്ഞു, പ്രവാചകരെ, ഞങ്ങളൊന്ന് അദ്ദേഹത്തെ തമാശക്ക്, അങ്ങനെ ഉണ്ടല്ലോ ആ രീതിയിൽ സംസാരിച്ചു, അദ്ദേഹത്തെ ഒന്ന് തമാശക്ക് വേണ്ടിയിട്ട് ഒന്ന് മാറ്റി വെച്ചതാണെന്ന് പറഞ്ഞു. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ ഭയപ്പെടുത്താൻ പാടില്ല. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ ഭയപ്പെടുത്താൻ പാടില്ല. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഇതിനെ നമ്മൾ എന്ത് വിളിക്കണം അല്ലെ? അവര് തിരുത്താണ്. പക്ഷെ ഇന്ന് ഈ സോഷ്യൽ മീഡിയയിൽ കാണിച്ചുകൊണ്ടിരിക്കുന്ന പ്രാങ്കുകൾ എത്രത്തോളം നമ്മുടെ സമൂഹത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്, എത്രത്തോളം വിപത്തുകൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്, എത്രത്തോളം ആളുടെ മനസ്സ് വേദനിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം.